അപ്പോൾ ഇങ്ങനെ പാർട്ട് 3ലേക്ക് കിടക്കുമല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഞങ്ങളിൽ ഒരാളുടെ വണ്ടിയിൽ വേറൊരു വണ്ടി വന്ന് ചെറുതായി ഒന്ന് ചാരിപ്പോയി. സംഭവം മിസ്റ്റേക്ക് 2 പേരുടെ ഭാഗത്തുള്ളതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആവാതെ അങ്ങ് ഒത്തുതീർന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. നേരെ പോയത് സിൻഡിക്കേറ്റ് മാളിലേക്കാണ്. നിങ്ങൾക്കൊപ്പം സിൻഡിക്കേറ്റ് മാൾ അറിയില്ലേ? ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ബാക്കി 2 പേര് കഴിഞ്ഞ സംഭവത്തെ തുടർന്ന് വർക്ക്ഷോപ്പ് വരെ ഒന്ന് അന്വേഷിക്കാനായി പോയി. ഒരു കാര്യം ഉണ്ടായെന്നേ, ഞാൻ 1-2 കൊല്ലം മുമ്പ് വന്നതാണ് ഇങ്ങോട്ട്, പിന്നെ ഇന്നാണ് വരുന്നത്. കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഷോപ്പിൽ മുകളിലൊക്കെ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ സാധനങ്ങൾ കണ്ട് ആസ്വദിച്ച് പ്രൈസ് ടാഗ് നോക്കി നടക്കുന്ന ചില വിഭാഗം പെൺകുട്ടികളുണ്ട്. അവരിൽ പെട്ട മൂവരാണ് ഞങ്ങളും. ഞങ്ങൾ എന്ത് ചെയ്തു, കടയിൽ കയറി ഓരോന്ന് നോക്കി അങ്ങ് ആസ്വദിച്ച് നിന്ന് അവർ വരുന്നത് വരെ. പക്ഷെ ഒന്നും വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. സുഹൈമ ഉണ്ടായിരുന്നു, അവൾ 2 എന്തോ വാങ്ങി. ഞങ്ങൾ കൂടെ നിന്നു. എങ്ങനെയുണ്ട് ഞങ്ങളെ ക്വാളിറ്റി ചെക്കിങ്? നിങ്ങൾ ഇതുപോലെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സിൻഡിക്കേറ്റ് മോളിൻ്റെ ഓപ്പോസിറ്റുള്ള ലെസാറ്റോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ബാക്കി 3 ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് ഇറങ്ങി. പിന്നീട് കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ചധികം നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഫുഡ് വരാനായിട്ട്. ആ സമയം മുബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവളുടെ ടെൻഷൻ. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരുമായിരുന്നു. ഇവിടെ ഓരോരുത്തർ ചിരിച്ച് മണ്ണ് തപ്പുന്നൊക്കെ ഉണ്ട്. പക്ഷെ മണ്ണില്ലാത്തതുകൊണ്ട് ടേബിളിൽ മലർന്ന് കിടക്കുകയാണെന്ന് ഓർഡർ ചെയ്തത് അവിൽ മിൽക്കും ഫലൂദയാണ്. പക്ഷെ അത് വന്നില്ല. വിശപ്പിൻ്റെ വിളി സഹിക്കാതെ ഞങ്ങൾ മുട്ട പപ്സ് ഓർഡർ ചെയ്തു. അത് കഴിച്ചപ്പോഴാണ് ഈ 2 വന്നത്. പക്ഷെ അത് കഴിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുന്നില്ല. പൈസയല്ലേ പോകുന്നതെന്ന് കരുതി ഞങ്ങൾ കഷ്ടപ്പെട്ട് കഴിച്ചു ഗൈസ്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഗൈസ്, ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.